നമ്മളൊരു അരമുറി തേങ്ങ, ചെറിയ മുറിയാണ്, ഈ ഒരു ചെറിയ മുറി കണ്ടോ. ഇഞ്ചി, പച്ചമുളക്, 2 ചുള വെളുത്തുള്ളി, കുരുമുളക് കഴുകി വെച്ചതാണ്. ഇത് നമ്മൾ ആ മിക്സിയിലൊന്ന് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കട്ടെ കേട്ടോ. രാവിലെ തന്നെ മോൻ ഒഴിച്ച് 1/2 കിലോ ആട്. അപ്പം നമ്മളിന്നൊരു ആടിൻ്റെ കറിയാണ് വെക്കുന്നത് ഗൈസ്. പാത്രം പോണം. ചെറിയ കുഞ്ഞാടാണ്, കുറച്ച് വേവുള്ളൂ, പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. നമുക്ക് കഴുകിയെടുക്കാം. ഗുഡ് മോർണിംഗ്. നമ്മൾ അതിലേക്കുള്ള കിഴങ്ങ്, ഉള്ളി, 2 തക്കാളി കേട്ടോ കരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയിട്ട് ഓക്കെ. നമ്മൾ ആടെല്ലാം കഴുകി, നല്ല വലിയ വലിയ എല്ലുകളാണുള്ളത്. അന്ന് ഉണ്ണിയേട്ടൻ കൊണ്ടുവന്നതിൽ അങ്ങനെ എല്ലൊന്നുമില്ലായിരുന്നു. അപ്പോൾ നല്ല എല്ലൊക്കെ ഉണ്ട്. എല്ലൊക്കെ എൻ്റെ മോന് ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ കുട്ടനാടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുക്കറിൻ്റെ അകത്തേക്ക് ഉള്ളി കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. അടിയിൽ നമ്മൾ ചെറിയ കുക്കറാണ്, അപ്പം തിളച്ച് ചീന്തും, അതിൻ്റെ സത്തൊക്കെ അങ്ങ് പോകും. അപ്പം നമുക്ക് അടിയിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, കിഴങ്ങിൻ്റെ കണ്ടെങ്കിലും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും നീച്ചോ, സുഖമായിട്ടിരിക്കണോ? ഞാനിപ്പോൾ വരാവേ. ഞാൻ ഉപ്പും ഭരണി കഴുകി അപ്പോൾ ഞാനൊക്കെ ഉപ്പൊക്കെ അതിൽ വാരിട്ട് വെച്ചിക്കാം. നമുക്ക് സംക്രമമല്ലേ, എല്ലാ പാത്രങ്ങളും കഴുകി കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ ഈ ആടങ്ങ് ഇട്ട് കൊടുക്കും. നമ്മളിതിൽ ഇല ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, ഇച്ചിരി ഗരം മസാലപ്പൊടി ഇട്ട്, നമ്മളിതിൽ മുളകും പൊടി ഇടുന്നില്ലേ. കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്. ഇനി നമുക്ക് ശേഷം വെള്ളം ഒഴിച്ച്, അധികം വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ചാൽ തിളച്ചങ്ങ് ചിന്തി ഇതിൻ്റെ സത്തൊക്കെ പോകും. നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് അടിക്കുന്നതിന് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അല്ലാതെ പേസ്റ്റായി നമ്മൾ ഇപ്പോൾ ഒഴിക്കൂലല്ലോ പച്ചമുളക് അടിച്ചത്, അപ്പോൾ തേങ്ങ അടിച്ചത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതിൽ കീറിയിട്ടു. നമ്മൾ 1 മുറി തേങ്ങൻ്റെ പാലെടുക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. 9:15 ഞാനിതാ ചോറ് തിളപ്പിച്ച് ദമ്മിട്ട് വെച്ചിരിക്കുന്നു. നമ്മൾ തിളപ്പിച്ച് കണ്ടിട്ട് നന്നായി തിളപ്പിച്ച് മൂടി കണ്ട് അതിൻ്റെ മേലെ നമ്മൾ ഇടിക്കല്ലെടുത്തേക്കും. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേന്, ഒരു 1/4 മണിക്കൂർ ആകുമ്പോഴത്തേന് ചോറാവും. പിന്നെ നമ്മളെ കറി ഇതാ, നമുക്കിന്ന് ആട് കറി. എൻ്റെ മോൻ ഇന്നും കുറച്ച് ദിവസമായി ആട് വേണമെന്ന് പറയുന്നത്. ഞാൻ ചോറും കറിയും അങ്ങോട്ട് വെക്കുന്നിട്ട് നീച്ച് വന്ന അമ്മയെ ആട് ഭയങ്കര, നമ്മൾ ആട് നേരത്തെ പോയി വാങ്ങണ്ടേ, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ വേണ്ടാത്തൊരു കൊണ്ടല്ലേ കിടന്നുറങ്ങണമെന്ന് പറയും. എന്നിട്ട് നേരത്തെ നീച്ച് വന്ന് പോയൊക്കെ കൊണ്ട് തന്ന് അങ്ങനെ എല്ലാം ഉള്ളു. അമ്മ ഇത് 8 വിസലിനുള്ളൂ ഇട്ടോന്ന് പറഞ്ഞേക്കണമെന്ന്. എന്നിട്ട് എന്നോട് പറയാം, അമ്മ അതിൻ്റെ ഒരു തൊടൻ്റെ ഭാഗത്ത് ഇങ്ങനെ മുട്ടുകാലൊക്കെ കൊതിട്ട് അങ്ങനെ എല്ലാം ഉള്ളൊക്കെയാണ്. പിന്നെ അന്ന് വാങ്ങിയ ആട് ചൊയ കൂടിയിട്ട് പോയി, ഈ ആടിൻ്റെ ചൊയ ഇല്ലാണ്ടും പോയി എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളൂ. നമുക്ക് ആ പണിയിലേക്ക് പോവാം. എൻ്റെ കുട്ടികളൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്കൂളിലും പോയി, കോളേജിലും പോയി, നമ്മൾ ജോലിക്കും പോയി. അപ്പം ജോലിക്ക് പോകുന്നവരാണ് എൻ്റെ വീഡിയോ കാണുക. എനിക്ക് എന്തായാലും അറിയാം, കാരണം കുഞ്ഞുമക്കളൊക്കെ നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ കാണാം. ഈ അമ്മേൻ്റെ വീഡിയോ ഒക്കെ എന്തിനാണ് അവർക്ക് കാണുന്നത്? കാണുന്നവരുണ്ടെങ്കിൽ അമ്മേൻ്റെ ഹൃദയം തൊട്ട് സ്നേഹം തരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ്. എൻ്റെ കുട്ടികളൊക്കെ മഴയാണ്, കുട എടുക്കാൻ മറക്കരുത്. ബാഗിൽ എപ്പോഴും ഒരു കുട കൈ കരുതണം. മഴപ്പാറിൽ കൊള്ളരുത്. ഇപ്പോൾ പനി ജലദോഷമൊക്കെ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരാരെ കെയർ ചെയ്യുക. ചൂടുവെള്ളം മാത്രം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഐസ് വെള്ളം, തിളപ്പിച്ച വെള്ളം ഒന്നും വാങ്ങി പുറത്തുനിന്ന് കഴിക്കേണ്ട ആരും. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോയാൽ ഒക്കെ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ ആരോഗ്യം നന്നായിട്ട് നോക്കണം. നമ്മൾ കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞിയായിരുന്നു 3 ദിവസമായിട്ട്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മുതിര വേവിക്കാണ്ട്, മുതിര കഴിച്ചാൽ കുതിരോട്ടം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുക. ചെറുതാകുമ്പോൾ അവർ ഉലുവക്കഞ്ഞിക്ക് വരും. ഉലുവക്കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഊരിയൊക്കെ ചെറുപ്പത്തിൽ ഉറച്ചു പോയാൽ അവർക്ക് വളരൂല എന്നാണൊക്കെ പറയുക പണ്ടുള്ളവർ.
പണ്ട് എനിക്ക് ഈ ഉലുവക്കഞ്ഞിനോടൊന്നും താല്പര്യമില്ല. ചെറുതാകുമ്പോൾ എൻ്റെ ഏച്ചി കുടിക്കും പായസം പോലെ. ഞാനത് കുടിച്ചിരിക്കുമ്പോൾ കയ്പ്പ് ടേസ്റ്റും മധുരം എല്ലാം കൂടി ആകുമ്പോൾ ഞാൻ കുടിക്കില്ല. വേറെ എന്ത് ആക്രി സാധനം ഞാൻ കഴിക്കും, അത് മാത്രം കഴിക്കില്ല. ഇപ്പം നമ്മൾ വലിയ ആൾക്കാരായില്ലേ, നമ്മൾ ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെടണ്ടേ, നമ്മൾ ആരോഗ്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ഞാൻ ചെറുതാവുമ്പോൾ മുതല വേവിച്ചാണ് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കും. ഒരു അരിക്കൽ ചപ്പാത്തിൻ്റെ അരിക്കൽ. ഞങ്ങൾക്കിത് വേണ്ടാന്ന്, കുതിരോട്ടം കിട്ടുമ്പോൾ ഓടാനും ചാടാനൊക്കെ ഇഷ്ടമായി ചെറുതാകുമ്പോൾ. അപ്പോൾ രണ്ടാളും കഴിക്കുക. അപ്പന് പിന്നെ അങ്ങനെ കണ്ട കാര്യങ്ങളൊന്നുമല്ല. പണ്ട് മുതൽക്ക് ചിക്കൻ, മട്ടൻ, മീൻ ഇതൊക്കെയാണ് അവന് താല്പര്യം. അവൾ ചിക്കനൊക്കെ തിന്ന് കഴിഞ്ഞാൽ ചെറുതാകുമ്പോൾ കൊടുത്താൽ ചവച്ച് 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 പബ്ലിക്ക് മേരി തുപ്പിക്കും. ഒക്കെ അങ്ങോട്ട് ഇറങ്ങൂല. ചെറുതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴാണെങ്കിലും പൊരിച്ച ചിക്കനൊക്കെ കഴിക്കുള്ളൂ, മീൻ അങ്ങനെ കഴിക്കില്ല. ചെമ്മീൻ കെടുക്കുക, പിന്നെ മത്തി പൊരിച്ച് ചൂടിൽ പൊരിക്കുമ്പോൾ ഇഷ്ടമാണ്, ചില നേരം ഇഷ്ടമല്ല. അപ്പം നമുക്ക് ആടുകറിയിലേക്ക് പോവാം. നല്ല വിസലൊക്കെ അടുപ്പിച്ച് 3 ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട്, നമ്മൾ ഉരുളക്കിഴങ്ങെങ്കിലും അതിൽ കിടന്നോട്ടെ വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് 400 റുപ്യൻ്റെ ചിക്കൻ ഉണ്ട്, അല്ല മട്ടനുണ്ട് കുട്ടികളെ. നമ്മൾ മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചത്. കാണുന്നുണ്ടോന്നാവോ, കണ്ടോ? ഒരിച്ചിരി വെള്ളം വെച്ചിട്ടുള്ള ഒരു വെള്ളപ്പായുണ്ട്. ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം നമുക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറുക്കാം. നമുക്ക് ചുരം പൊളിക്കുന്നുണ്ടോന്ന് നോക്കാമെന്ന്. കുഴപ്പമില്ല കേട്ടോ, നല്ല ആടിൻ്റെ ചൂടും ചുവയൊന്നും ഇല്ല കേട്ടോ. ഉള്ളി ഉരുളക്കിഴങ്ങ് വേവിച്ചാലുണ്ടാകുന്ന ടേസ്റ്റ് അത്ര തന്നെ. ആടൊക്കെ പഞ്ഞി പോലെ ആയിട്ടോ. ചെറിയ ആടുകുട്ടിയെന്ന് പറയുന്നത് കണ്ട, ചെറിയ ഇളയ ആട്, മൂത്തിട്ടേ ഇല്ല. കഷ്ടം. മൂക്കാത്ത ആടാണ് നല്ല, കുട്ടനാണ് ആടെന്നൊക്കെ നല്ലതെന്നൊക്കെ പറയും ആളുകൾ. അപ്പം നമ്മളിതിലേക്ക് ഇനി എരിയൊന്നും ഇടുന്നില്ല. നമ്മൾ കുരുമുളകൊക്കെ എടുത്ത് ആട്ടി ഇച്ചിരി തേങ്ങ ആട്ടി വെച്ചിട്ടുണ്ട്, അതങ്ങോട്ടിടാം. ഇങ്ങനെ ഒരു പറ്റിലുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചോയും പൊളിക്കാൻ വേണ്ടേ. ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ 2ാം പാലാണ് കേട്ടോ. അതൊക്കെ വേണ്ട നമുക്ക്, കാരണം വെള്ളമായി പോകും കറി. ഇത് നമ്മൾ ഈ മിക്സി കഴുകി വയ്ക്കുക എന്നുള്ളതാണ്. ഇതിൽ കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ട് ഒരു ഇച്ചിരി ചിക്കൻ മസാല ഉണ്ട്, അതിട്ട് കൊടുക്കുക മസാലൻ്റെ ടേസ്റ്റിന്. കാലമിൻ്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും കൊച്ചു കൊച്ചു മോഹം പാടുവാൻ നമ്മൾ അരപ്പ് ചേർത്തപ്പോ സൂപ്പറായത്. അപ്പൊ നമ്മൾ ആടുകറി ഇതായി. ഇനി നമുക്കിതിലേക്ക് ഒരാളെ അയച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല കട്ടി പാലാണ് ഇട്ടത്. ചാറും കൂട്ടി അങ്ങ് ചോറുന്നല്ലേ, ആട് ചാറും കൂട്ടി ചോറുന്ന. നമ്മൾ ആടിൻ്റെ കണ്ടൊക്കെ കണ്ടില്ലേ, അളിഞ്ഞ് വിളിഞ്ഞ് മുട്ടനെല്ല് മാത്രം ഉണ്ട് അടക്കണം, ബാക്കിയൊക്കെ അളിഞ്ഞ്. അപ്പം നമ്മൾ ആടുകറി കുഞ്ഞുള്ളിയിലൊക്കെ വറവിട്ടിട്ടോ. നടന്നൊരു ആടുകറി അല്ലേ, ഇതെന്താണാവോ അതിൻ്റെ എന്തോ സംഭവം. എല്ല് മാത്രം ഉണ്ടാവില്ലാണ്ട് നിൽക്കുന്ന കാശ്. ഇനിയിപ്പോൾ ഉള്ളിയിലൊക്കെ വറവിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ ഇനി അതൊക്കെ നന്നാക്കി മുളകിട്ട് വെക്കാൻ പോവുകയാണ്. ആടുകറി അലിഞ്ഞു പോയി, അതൊക്കെ അതാ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം ആടൊക്കെ കുറേ ആയി ഉണ്ടാവും എൻ്റെ അമ്മ കൂട്ടിയിട്ട്. അപ്പോൾ ഒരു മോൻ അങ്ങോട്ട് പോകണ്ടേനി, അപ്പോൾ മോൻ്റെ അടുത്ത് ഒരിത്തിരി കൊടുത്തയച്ച്. പിന്നെ ആടൊക്കെ കൂട്ടിയിട്ട് എന്നാൽ മോള് വന്നിട്ട് കുറേ മേടിച്ചിട്ട് എൻ്റെ മോനെ വിളിച്ച് അവൻ പറയും കുറേ തന്നമ്മേ, എനിക്ക് കുറേ കഴിച്ചു ഞാൻ അവിടെ നിന്ന്. നമ്മളിവിടെ ചിക്കനോ വാങ്ങും. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞ് നമ്മളെ ഉണ്ണിയുടെ കൽപ്പിലാണ് പോയത്. ബേബി ഇവിടുന്ന് എന്തിന് പൈസ എടുത്ത് പറയണമെന്നാണ്. അപ്പം ഞാൻ ചെമ്മീൻ ഇങ്ങനെ നന്നായിട്ട് ആടിനെടുത്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കേൾക്കും. എനിക്ക് അഹമ്മദീൻ്റെ ബുക്കാണെന്ന് ഇവിടെ ചെമ്മീൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞില്ല എന്തിനാ എടുത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു മീൻ വാങ്ങാൻ എടുത്ത്, മീൻ ഇവിടെ ചെമ്മീൻ ഉള്ളത് ഉണ്ണിയേട്ടനെ അറിയില്ല. ഉണ്ണിയേട്ടൻ നാളെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചതാണ് ബാക്കിയുള്ളത്. അപ്പം മീൻ എടുത്ത് വെച്ചു. മീൻ 200 എന്ത് മീനാ വാങ്ങി അത് കാണുന്നുണ്ട് ചേട്ടന്, അത് കാട്ടി കൊടുക്കാൻ വേണ്ട. അപ്പം നമ്മൾ ആടുകറിക്കാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊന്നും തുറന്നു നോക്കിയില്ല. അപ്പം മീൻ എവിടെ നമ്മൾ മീൻ ഇത് ചെമ്മീൻ ഉണ്ടായിട്ട് ഇപ്പം മീൻ വാങ്ങി നമ്മൾ ഈ ചെമ്മീൻ എന്തിനു പറ്റും, ചെമ്മീൻ ഇട്ടാളാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വാങ്ങിയ മീൻ എവിടെ വെച്ചു. അപ്പം ഞാൻ നമുക്ക് നന്നാക്കി ഫ്രിഡ്ജ് കൊണ്ടുവച്ചു. ഞാൻ ഇത്തിരി കിടക്കണം, എന്നിട്ട് ഞാൻ കറി വെക്കുള്ളത്. ഫ്രിഡ്ജ് തുറന്നു നോക്കി പോയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയിട്ട് മീൻ കാണില്ല. അപ്പം എന്നോട് എന്തിനെടുത്ത് അതിപ്പോൾ പറയണം. ഞാൻ അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം അടക്കളന്ന് അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാം മെല്ലെ പറയും ഞാൻ എടുത്തിൻ്റെ ആവശ്യത്തിന്, അതിൻ്റെ എന്താവശ്യം എല്ലാ ആവശ്യത്തിനും ഞാൻ കൊണ്ട് തരുന്നുണ്ട്, പറയലൊക്കെ നടത്തി തരുന്നുണ്ട്. പിന്നെ എന്താവശ്യം ആ സാധനം എന്തിനാ എടുത്തത് എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പം നമ്മളിത് പറഞ്ഞില്ല, ചോറൊന്നുമ്പോൾ പിന്നെ ഒന്നും പറയില്ലാന്ന്. അപ്പോൾ പറയണേ ഇവിടെ എങ്ങാനും കേക്ക് ഞാൻ പൈസ എടുക്കുക 500 റുപ്യ 1000 റുപ്യക്ക് വേണ്ട ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ 200 റുപ്യ മാത്രം അവൾ എൻ്റെ കയ്യിലുള്ള കയ്യിലുള്ള സേവിങ്ങുള്ള പൈസയും കൂടി എടുത്തിട്ട് ഇവിടെ കേക്ക് ഉണ്ടാക്കാനുള്ള പൊരുതിയിലാണെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പൻ എന്നെ ചീത്തറിഞ്ഞത്. ഇതാണെന്ന് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ എങ്ങാനും കേക്ക് കണ്ടാൽ അപ്പം എൻ്റെ സ്വഭാവം, ഞാൻ അപ്പം എന്തിനാ പോയെന്നൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകാനെന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ഇപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ മോനും അത്ര കേക്കിനോടൊന്നും താല്പര്യമില്ല. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള മൈൻഡും പോയി എനിക്ക്. പിന്നെ മോള് വന്നാൽ ഉണ്ടാക്കി കൊടുക്കണം വെച്ചപ്പോൾ മോള് പറഞ്ഞു മോള് വന്നപ്പോൾ ഞാൻ എന്തിന് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എന്താണ് പറയുക പിന്നെ ആ കേക്ക് ഉണ്ടാക്കി. മോനെ അതേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രൗണി നമുക്കൊന്നും അത് ഇഷ്ടമല്ല. എനിക്ക് കയ്പ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ബ്രൗണി. ചോക്ലേറ്റും എനിക്ക് അത്ര താല്പര്യമില്ല. അങ്ങനെ ഇന്നൊരു കോലോട് കൊട്ട പറഞ്ഞിട്ട് മൂപ്പരിക്ക് നിരോധനമായിട്ട് ലീവാണ്. അപ്പോൾ എന്നോട് അറിയണം ഞാനൊരു ഇച്ചിരി മൂപ്പര് രാവിലെ പോകുമ്പോൾ കേസിൽ പൈസ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് പൈസ എടുക്കാൻ വന്നതാണ്, രണ്ടാമത് പൈസ എടുക്കാൻ വന്നതാണ്. അപ്പോൾ നോക്കും പൈസയൊന്നും രാത്രി പൈസയൊക്കെ എണ്ണ വെച്ചിട്ടാണ് അവിടെ കിടക്കാന്ന്. നമുക്കിപ്പോൾ വിളിക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കറക്റ്റ് പൈസ അല്ലേ, ലോൺ അടച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് പൈസ ഉണ്ടാവും. അപ്പം നമ്മൾ വിളിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അറിയില്ല. അപ്പം പിന്നെ എന്നോട് പറയണേ ഫോൺ എടുക്കാൻ മറന്നിട്ട് വന്നാച്ചാൽ എന്താ വെച്ചാൽ കാരണം വെച്ചാൽ മൂപ്പര് പോയ പഠനം ഫോൺ അടിയിൽ ഇങ്ങനെ കേൾക്കണ്ടേ. അപ്പോൾ മൂപ്പര് രണ്ടാമത് വന്നതാണ് ചെറിയ ഫോണ്, അത് ആ വർക്കിൻ്റെ ആൾക്കാരൊക്കെ വിളിക്കാതിലേക്കാം. അപ്പോൾ ഇപ്പോൾ വർക്കില്ല, ഇപ്പം നിരോധനമായിട്ട് നമ്മളെ ലീവാണ് മൂപ്പര്. അപ്പോൾ മൂപ്പര് ഇച്ചിരി കിടക്കണം എന്ന് വിചാരിച്ച് വന്നേനെ, ഒരു സമാധാനം ഉണ്ടാവില്ല, പൈസ നശിപ്പിക്കാണ് ഒരു പറഞ്ഞിട്ട് ഷർട്ട് ഇട്ടിട്ട് തന്നെയാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ ഇതിനെ കിടന്നുറങ്ങി ഇങ്ങനെ കിടന്നുറങ്ങി ഷുഗർ കൂടാനാ കിടന്നുറങ്ങിയ എനിക്ക് 2 വർത്താനം വീഡിയോ ചെയ്യണ്ട, അത് പോയ സമാധാനത്തിൽ പറയാലോ. അങ്ങനെ മൂപ്പര് പോയി ഷട്ടോ തന്നെ പോയി ഞാൻ പോന്നാ പറഞ്ഞു കൊടുക്കണം. മോനെ അച്ഛ ഷട്ടോ നക്കി ബ്ലാഡ് വാങ്ങിയിട്ടുള്ളൂ. 200 റുപ്യൻ്റെ മോൻ തന്നിട്ട് 200 റുപ്യ മനുഷ്യൻ്റെ അടുത്ത് നടത്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ പൂക്കില് എൻ്റെ കുട്ടിക്ക് പണിയാ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അമ്മനാണ് പോയിക്കൊണ്ടി ഇനി അല്ല എൻ്റെ കുട്ടീൻ്റെ അല്ലേ പൈസയൊക്കെ അവൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലൊക്കെ അവൻ തരും കേട്ടോ, പാവമുണ്ടെങ്കിൽ. അയ്യോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മോൻ്റെ ജോബൊക്കെ റെഡി ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം പെട്ടെന്ന് ജോലിയാവാൻ. നമ്മൾ ഉണ്ണിയേട്ടൻ്റെ പൈസയൊക്കെ നമ്മൾ കറക്റ്റ് ഉണ്ണിയേട്ടൻ്റെ പൈസ കുറേ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മോൾ അവിടെ എത്തി രക്ഷപ്പെട്ട് മോനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 9 ലക്ഷം കൊടുത്തു. ഒരു പറ്റിച്ച് പോയി തൃശ്ശൂരുള്ള ഏജൻസിയാണ്. അവർ ലണ്ടനിലേക്ക് മുങ്ങിന്നാണ് പറഞ്ഞത്. അത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് ബോറടിക്കും. അങ്ങനെ അവർ മുങ്ങിപ്പോയി. നമുക്ക് 3 ചെക്ക് തന്നിട്ടുണ്ട് 2.25 വെച്ചിട്ട്. പിന്നെ അപ്പോൾ ഫസ്റ്റിലെ ചെക്ക് മാറാൻ പോയപ്പോഴത്തേന് അവിടെ അതിലില്ല. അപ്പോൾ നമ്മൾ അതിലിട്ട് അതിൻ്റെ ബില്ലൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബില്ല് എടുത്തോണ്ട് വെച്ചിരിക്കണം. ഇനി കേസ് കൊടുക്കണം എന്ന് പറയാണ്. കേസ് കൊടുത്തിട്ടൊന്നും കിട്ടൂല, മുന്നിൽ പോയതല്ല. എന്തായാലും വേണ്ടി നമ്മൾ കേസ് കൊടുത്തിട്ടൊക്കെ നമുക്ക് കിട്ടണമെങ്കിലോ നമ്മൾ മാത്രമല്ല പഠിച്ചത്, കുറേ ടീംസിനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏജൻസിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മുങ്ങി ഒരു
മൊത്തം പൂട്ടി. 6ാമത്തെ കല്ലെടുത്ത് ഞങ്ങളെ പറ്റിച്ചാലുണ്ടാവും അവർ രക്ഷപ്പെടുക. അപ്പം ഇനി എനിക്ക് ഇന്നത്തെ വിശേഷത്തൊക്കെയാണ്. ഇവിടെ ചെമ്മീൻ കറി തളകളാ മളവളാന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം പിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ രസമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഒഴിച്ച് നല്ല നേർത്ത കറിയിക്കിട്ട് ഞാൻ കുട്ടും, അമ്മായി കുട്ടും. അമ്മായി ആടുകറി കുട്ടുമെന്ന് അറിയില്ല. പിന്നെ ഇത് കുട്ടൻ അതിനെ കൂടെ കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും രസം ചെമ്മീൻ കറിയും കൂടി വെച്ച് പിന്നെ ചിത്തമ്മേനെ കുഞ്ഞിട്ടൊക്കെ ഏതിക്കും അടുക്കറി ചോറും തിന്നുമ്പോഴേ ആര് കയറിക്കാനാ അളിഞ്ഞു പോയ നാടും. ഇന്നത്തെ എൻ്റെ ചെമ്മീൻ ചാറ് രസം, ചെമ്മീൻ രസം എന്നേ പറയുള്ളത്. അയ്യോ സൂപ്പറായിട്ട്. നമ്മൾ അന്ന് ഫ്രൈ ചെയ്തതിനേക്കാളും നന്നായിട്ട്. അന്ന് ഫ്രൈ ചെയ്തത് മോൻ പറയുന്നത് തല എടുത്ത് തേങ്ങ അരച്ച് വെച്ച കറിക്കാണ് ചെമ്മീൻ്റെ ടേസ്റ്റ്. അന്ന് തല ഇട്ടല്ല, നമ്മളിത് മറ്റേതിൽ തല കിട്ടില്ല. മറ്റേത് വലിയ ടേസ്റ്റില്ലായിരുന്നു. പക്ഷെ ഉണ്ണിയേട്ടാ അതാട്ട കൂട്ടിയത്. അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ ചെമ്മീൻ കറി കളക്കുന്ന നമ്മളെ ഇംഗ്ലോസിന്താവ വിളിച്ചു ഉണ്ണിയേട്ടൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാറുണ്ടെങ്കിൽ നല്ല ഞാൻ വൈറലാവും. അങ്ങനെ ഒരു കഥ. അപ്പം ഞാനെൻ്റെ വീഡിയോ നിർത്തട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ചോറ് തിന്നുമ്പോൾ എടുക്കണം, എന്തെടുക്കണം. ഞാൻ 2 പപ്പടം ചൂടും, ആടുകറി വേണമെങ്കിൽ ഒരു നുള്ളെടുക്കും. നമ്മളെ ചെമ്മീൻ രസം കൂട്ടി കഴിക്കും. ചെമ്മീൻ രസം ഞാൻ ഇപ്പോൾ കഴിച്ചില്ല. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ സന്തോഷമാണ്. നമ്മൾ ഉണ്ണിയിട്ട് 2 ചിക്കൻ നമുക്ക് നല്ല സന്തോഷമാണ്. ഇന്ന് ടെൻഷനൊന്നുമില്ല. ഇപ്പം നമ്മൾ ആ മീൻ കാണിച്ചു കൊടുക്കാത്തതിനാ മൂപ്പർക്ക് കൽപ്പുണ്ടായത്. ഞാൻ വിചാരിച്ചോ ഫ്രിഡ്ജിൽ പോയി തരിയുമെന്ന്. അങ്ങനെ തരിയണ മനുഷ്യനൊന്നുമല്ല. ഒന്ന് എടുത്ത് വെച്ച് കഴിക്കുക, മേശപ്പുറത്ത് കയ്യിൽ എടുത്ത് കൊടുത്താൽ കഴിക്കണ ഒരു ഉണ്ണിയേട്ടനാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയദൈവം നമ്മളോട് കൽപ്പായിട്ട് കോപം വെച്ച് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും ഓർമ്മയില്ലാണ്ട് വരും. അപ്പോൾ നമുക്ക് ചോറൊന്നപ്പോൾ കാണാം. ലവ് യു. എന്തിനു പറയാണ്, ഡേ ഇൻ മൈ ലൈഫ് കണ്ടോ? കാണാത്തരക്കൊന്ന് പോയി കാണണേ. ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഞാൻ കുറേ എടുത്തിട്ടോ. പിന്നെ ഞാനൊക്കെ കട്ടാക്കി പോയി നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ആവുന്നില്ല, പിന്നെ എഡിറ്റ് ചെയ്തിട്ടും പോകുന്നില്ല കുറേ ആയപ്പോൾ. അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്തു. അപ്പോൾ നല്ല ഭാഗങ്ങളൊക്കെ കട്ടായിപ്പോയി. ഞാൻ വീഡിയോ ഫസ്റ്റ് ഞാനിട്ട് ഉറക്കപ്രാന്തിൽ എഡിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ഫസ്റ്റത്തെ രാവിലത്തെ ഉണ്ട്, പിന്നെ രാത്രി കടന്നുറങ്ങാൻ പോത്ത്. നടുവിൽ ഉച്ചയ്ക്കാണ് ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ അതൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം ഒരു 5-8 ആൾക്കാർ കണ്ടോളൂ. അപ്പോഴും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടെടുത്തല്ല, മൊത്തമായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല ബോധത്തോടെ ഉറക്കപ്രാന്തിൽ എഡിറ്റ് ചെയ്ത എന്തൊക്കെയോ കാട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ കിടന്നിട്ടാണ് എഡിറ്റിങ്ങിനൊക്കെ നിൽക്കുക. അപ്പോൾ ഉറക്ക് വന്നപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാൻ പോയിട്ട് എന്നോട് സ്നേഹമുള്ളവരൊക്കെ കാണാൻ എനിക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോ ഷെയറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ടാറ്റാ, ലവ് യു. എൻ്റെ മക്കൊക്കെ ചക്കരമ്മ, പഞ്ചാരമ്മ, ശർക്കരമ്മ, ചെമ്മീരസമ്മ. ആടുമ്പോ എന്താ തരത്തേക്ക് അത് അലിഞ്ഞു പോയി. ഞാൻ അതൊക്കെ കാണിച്ചത് താക്കങ്ങൾ കണ്ടതല്ല. എനിക്ക് ഉമ്മ തന്നിട്ട് പറഞ്ഞിട്ട് ഊതിയിട്ടില്ല. പോട്ടെ. അതിൻ്റെ മോള് പിന്നെ എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയപ്പോൾ അമ്മയ്ക്ക് വാങ്ങി തന്ന ചിത്ത. ഹലോ ഗൈസ്, നമ്മുടെ ചെമ്മീരസത. എൻ്റെ അമ്മ അങ്ങനത്തെയൊക്കെ കറിയൊക്കെ ഇട്ടോ. പക്ഷെ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ കറിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടല്ലോ. എൻ്റെ അമ്മ വെള്ളം പോലെയുള്ള കറി വെക്കുക. കറി എന്താ സൂപ്പറായി കിട്ടും. ഇത് സൂപ്പറാണ്. പിന്നെ ചെമ്മീൻ ചാറല്ലേ എന്തായാലും രസം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ചെമ്മീൻ കറി അങ്ങനെ ചെമ്മീൻ ഒന്നും കൂടി തിളച്ച് വെന്തോട്ടെ. നമ്മൾ ആടുകറി ഒക്കെ നമ്മൾ ഉണ്ണിയേട്ടൻ ഇത് തുറക്കാൻ പോയി. പക്ഷെ അത് ഇങ്ങനെ തന്നെ വീണായി. ഇല്ലെങ്കിൽ ഉണ്ണിയേട്ടന് ആട് മണത്തി. എന്നാലും ആ കാര്യത്തിൽ പിന്നെ എന്താ പറയാന്നൊന്നും അറിയില്ല. ഓക്കെ, ടാറ്റാ, ലവ് യു ഉമ്മ. ഹലോ ഗൈസ്, എൻ്റെ ഡെക്സാ ബേബിക്ക് ചെറിയ വയ്യായൊക്കെ കണ്ടിട്ട് പൊന്നൂന്. എൻ്റെ പൊന്നൊന്ന് ഛർദ്ദിച്ച് ശ്രീവാവൻ ഉമ്മച്ചോൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. വിളിച്ച് വരുത്തി വന്ന വയ്യായില്ല കുട്ടി. എന്നിട്ട് ശ്രീവാവൻ്റെ മരുന്നിൻ്റെ ഇനി വെറും വയറ്റിൽ കുളിക്കുക അത് കൊടുത്ത് തേനിൽ കൊടുത്തപ്പോൾ എൻ്റെ കുട്ടി നല്ല കുട്ടി തേനുള്ളതിനെ കൊണ്ട് എൻ്റെ കുട്ടി കുടിച്ച്. ഇനിയിപ്പോൾ ടോനിക്ക് ഞങ്ങൾ കുടിക്കൂ. അല്ല പൊന്നോ നമ്മുടെ പൊന്നാണ് പൂക്കോശം വെള്ളം വേണേക്ക്. ഇനി ഇത്തിരി പൂക്കോശം വെള്ളം തരണ്ട നമ്മുടെ പൊന്നു. ഹായ് പറയും, ലവ്യ പറയും. നമ്മളെ അമ്മായി ഉറങ്ങണോടത്ത് നീച്ച് വന്ന ഉണ്ണിയേട്ടൻ്റെ ഒരു കച്ചറോടുണ്ട്. അമ്മായിൻ്റെ നീച്ച് വന്നു. എന്താ പ്രശ്നം ചോദിച്ചിട്ട് തിരിയിടുകയാണ് അമ്മായി അമ്പലത്തിലേക്ക്. അമ്മായി എന്താ നിങ്ങൾ ഇങ്ങോട്ട് നോക്കാത്ത? വെളിച്ചം വന്നിട്ട് നിങ്ങൾ മുഖം ചെയ്യാറില്ല. ഹലോ, നമ്മൾ ചോറ് തിന്നാണ്. ഞാനും അമ്മായി മാത്രമേ ഉള്ളൂ. മോനിലേക്ക് എന്തോ ഒരു പോലെ. ഞങ്ങൾ രണ്ടാളും ചെമ്മീൻ കറിയും കൂട്ടി ചോറ് തിന്നു. അമ്മായി ആടുകറി കൂട്ടൂല. ഇപ്പോൾ ഓരോ പ്രായമാകുമ്പോൾ ഓരോന്നും വേണ്ട. അമ്മായിനെ പറഞ്ഞിട്ട് കറിക്കും വേണ്ട. ഞാൻ ചെമ്മീൻ കറി ചോറ് കഴിക്കുകയാണ്. വീഡിയോ എടുക്കാനൊക്കെ കൊണ്ടുവച്ചു മോല്ലേ. ഞാനിപ്പോൾ ഒരു സന്തോഷമില്ല.
ഓ അമ്മമ്മേൻ്റെ അടുത്ത് പോയതാ. അമ്മമ്മേൻ്റെ അടുത്ത് പോയി അമ്മമ്മയ്ക്ക് ഇച്ചിരി ആടുകറിയൊക്കെ കൊടുത്തയച്ച് ഓൻ എന്ത് ചെയ്ത് അതും പറഞ്ഞു. അവിടുന്ന് ഓൻ ചോറ്. ഇതാണ് എൻ്റെ മോൻ്റെ കഥ. എൻ്റെ അമ്മ സമ്മതിക്കൂല. അതാണ് അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് സമ്മതിക്കാണ്ട വാരി വായലിട്ട് കൊടുക്കും അമ്മ. അങ്ങനെയാ. പിന്നെ ഓന് 2 മണിക്കൂർ എത്തില്ല. എന്താ പപ്പടവും ഇല്ല പപ്പടം ചൂടാന്. ചെമ്മീൻ നന്നാക്കി ഞാൻ കേക്കിട്ട് ചെമ്മീൻ്റെ നാര് വീസ അമ്മായി അതിന് മൂപ്പർക്ക് വേണ്ടല്ലോ. മൂപ്പർക്ക് ആടുകറി ഇല്ല. ആടുകറിയും ചോറും മൂപ്പര് കഴിക്കട്ടെ. അപ്പോൾ എന്നൊരു സുഖമില്ല കേട്ടോ ചോറുന്നുമ്പോൾ. ഞങ്ങളെന്താ ഒറ്റയ്ക്ക്, അമ്മായി ഞാൻ ഒറ്റയ്ക്ക്. അതാ പോണോ അമ്മായിൻ്റെ നേരെ തിരിച്ച് പോണതാ പോണ. അതല്ല അപ്പൂൻ്റെ കൂടിയിരുന്ന് ചോറുന്നിട്ടേ. ഇപ്പൊ കുറച്ചായി വീട്ടിലിരിക്കല്ലേ. അപ്പൊ ഒപ്പരിരുന്നിട്ടാ കഴിക്കുക ഞങ്ങള്. എൻ്റെ ടെക്സാ ബേബി ചോറിന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറ് വയ്ക്ക് ഒരു സുഖമില്ല, പറയാനൊരു സുഖമില്ല. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പുഴ പോലെ ഒഴുകി കിടക്കുകയാണ് നമ്മളെ ജീവിതം. ഇഷ്ടംപോലെ വീഡിയോകളൊക്കെ ഉണ്ടാവും. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ലവ് യു. ടെക്സാ ബേബി ഇന്ന് 2 പ്രാവശ്യം ഛർദ്ദിച്ച്, ഇന്നലെ 1 പ്രാവശ്യം. അപ്പോഴേക്ക് സിയോവാവൻ്റെ മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങൾ ലെവലാക്കിക്കണ്. ഇന്ന് ഇനി ആടുകറി കൂട്ടിയിട്ട് ചോറ് കൊടുക്കാം. ചെമ്മീനൊന്നും പറ്റൂല അവർക്ക്. പക്ഷെ ചെമ്മീനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ നമ്മളെ യൂട്യൂബിൽ. ഇംഗ്ലീഷുകാർ ഹിന്ദിക്കാരൊക്കെ വലിയ വലിയ നായ്ക്കൊക്കെ കഴിക്കൂലേ. ഹലോ ഗൈസ്, നമ്മുടെ